ഞാൻ എല്ലാവരും മറക്കപ്പെട്ട വളരെ അമൂല്യമായ ആരും അറിയാത്ത ഒരു നിധിയായിരുന്നു. അല്ലാഹു പറയുകയാ, അവന്റെ അടിമകളായ നമ്മളോട് ഞാൻ ആരും അറിയപ്പെടാത്ത വളരെ അമൂല്യമായ ഒരു നിധിയായി ഞാൻ ഇവിടെ ഇരിക്കുമ്പോ അല്ലാഹു പറയുന്നുണ്ട്, എല്ലാവരും എന്നെ അറിയണമെന്ന് ഞാൻ തീരുമാനിച്ചപ്പോ യഥാർത്ഥത്തിൽ മാനവരാശിയുടെ സൃഷ്ടിപ്പിന്റെ രഹസ്യമേതാ? ആ രഹസ്യത്തിന്റെ ഭാഗമായി ധാരാളം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ് എന്ന തർക്കം ലോകത്തിന്റെ മുമ്പിലുണ്ട്. കുരങ്ങനെ പരിണാമമുണ്ടായപ്പോഴാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന് പറയുന്ന രണ്ട് കാലിൽ നിവർന്നു നിൽക്കുന്ന ഇരുകാല മൃഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ജനിപ്പിച്ചത് എന്തിനാ? വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത ഉണ്ടാകണം. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത്? ആ ചോദ്യത്തിന്റെ മറുപടിയാണ് സാർവജനീയമായ, സാർവലൗകികമായ, സർവകാല സമകാലിക സമൂഹത്തിന് പൂർണ്ണമില്ലാത്ത സമസ്യകൾക്ക് മറുപടി പറഞ്ഞ അല്ലാഹുവിന്റെ വിശുദ്ധമായ വേദഗ്രന്ഥം പറയുക. അല്ലാഹു പറയുകയാണ്, ഞാൻ എല്ലാവരും മറക്കപ്പെട്ട ഒരു നിധിയായിരുന്നു. ഞാൻ ആരും അറിയാതെ വില മറക്കാൻ കഴിയാതെ ആരും അറിയാത്തൊരു നിധിയായിരുന്നു. ഞാൻ അങ്ങനെ ഞാൻ എല്ലാവരും അറിയപ്പെടാൻ തീരുമാനിച്ചപ്പോ ഈ അഖിലലോക ബ്രഹ്മാണ്ഡ കളാത്ത മുഴുവനും സൃഷ്ടിച്ചു പോകുന്ന ഞാനാണ് അല്ലാഹു എന്ന് എന്നെ എല്ലാവരും അറിയണമെന്ന് തീരുമാനിച്ചപ്പോ ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചതെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിക്കാനുള്ള കാരണം അല്ലാഹു പറയുക, ഒരു കാരണവുമില്ല. ലോകത്തുള്ള എല്ലാവരും എന്നെ അറിയണമെന്ന് തീരുമാനിച്ചപ്പോ ആ തീരുമാനത്തിന് പകരമാണ് ഈ ലോകത്തുള്ള സർവ്വജീവനുള്ള വസ്തുക്കളെ, ജീവനുള്ള അജീവനായ, ജീവനുള്ള അജീവനായ എല്ലാ വസ്തുക്കളെയും ഞാൻ സൃഷ്ടിക്കാനുള്ള കാരണം അല്ലാഹു പറയുകയാ, എല്ലാവരും അല്ലാഹുവിനെ അറിയുവാനാ, നാഥനെ അറിയുക എന്ന ശീർഷകത്തിന്റെ കീഴിൽ ആദ്യം പടച്ചിറപ്പ് നമ്മളെ സൃഷ്ടിച്ചതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം അല്ലാഹുവിനെ അറിയുക എന്ന ദൗത്യത്തിന്റെ കീഴിലാ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ലക്ഷ്യത്തെ കുറിച്ച് പറയുമ്പോ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂ, മനുഷ്യനെയും ജിന്നിനെയും ഞാൻ സൃഷ്ടിച്ചത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ മറ്റു ലക്ഷ്യത്തിനല്ല. അല്ലാഹു പിന്നീട് പറയുന്നുണ്ട്, നിനക്ക് ഞാൻ ആഹാരം തന്നതെന്തിനാ? രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂലിപ്പണി എടുക്കുന്നവരില്ലേ? രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്ത് പോയി പണിയെടുക്കുന്നവരില്ലേ? ഗൾഫ് രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്നവരില്ലേ? എന്തിനാണ് ഇത്രയധികം കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാ, മത്സ്യ കച്ചവടക്കാരും സ്വർണ്ണ വ്യാപാരിക്കും പണ്ഡിതനും പാമരനും തൊഴിലാളിക്കും മുതലാളിക്കും യാതൊരു പറയാനുള്ളതുണ്ടോ? എന്റെ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനോ? എന്തിനാ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഷ്ടപ്പെടുന്നത്? എന്തിനാ? നാളെ ബാധിച്ചിട്ട് കട്ടിലിൽ കിടക്കുമ്പോ ആ സമയത്ത് എന്റെ മക്കൾ എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം തിരിച്ചു തരാനോ? ഞാൻ ഈ കഷ്ടപ്പെടുന്ന ഒരാൾ മറുപടി പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിന്റെ പുറകിലെ ലക്ഷ്യമുണ്ട്. നാളെ കഷ്ടപ്പെട്ടിട്ട് ശയ്യാവരമ്പിയായി രോഗിയായിട്ട് കിടക്കുമ്പോ ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാനാ? പക്ഷേ നമുക്ക് ഭക്ഷണം തന്നാ, നമുക്ക് ആഹാരം തന്നാ, നമുക്ക് കുടുംബം തന്നാ, നമുക്ക് മക്കളെ തന്നാ, നമുക്ക് ഭാര്യയെ തന്നാ, നമുക്കെല്ലാം തന്നാ, ചോദിക്കാതെ തന്നെ എല്ലാം തന്ന പടച്ചിറപ്പ് പറയാ. എല്ലാ സമയം ആഹാരം തന്നാ, ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടന്നിറങ്ങുമ്പോ ഗർഭകാലം നടക്കുമ്പോ ഒരു സ്പൂൺ ദ്രാവകം കൊള്ളാൻ വലിപ്പമുള്ള ഉമ്മയുടെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കിടക്കുമ്പോ ഉമ്മയുടെ പൊക്കൽ കൂടിയിലൂടെ നമുക്ക് ആഹാരം തന്ന വെളിയിലേക്ക് ജനിച്ചു വീഴുമ്പോ ഉമ്മ കഴിക്കുന്ന പോഷകാഹാരത്തിലൂടെ മുലപ്പാലിലൂടെ നമുക്ക് ഭക്ഷണം ദഹിക്കാത്ത സമയത്ത് ഭക്ഷണം തന്ന അള്ള പറയാ, നിനക്ക് ഞാനിതെല്ലാം തന്നതെന്തിനെന്നറിയോ? നിങ്ങൾ ആരും എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം തരാനല്ല, ഞാൻ ഈ ചെയ്തു തന്ന അനുഗ്രഹത്തിന് പകരമായി നിങ്ങൾ എനിക്കൊന്നും ചെയ്തു തരണ്ട. ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി. ഈ വക്കത്ത് ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങള്, സമയത്തിന്റെ പരിമിതി കൊണ്ട്
وسبحوه بكرة وأصيلا. അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുകയാ, പടച്ച തമ്പുരാൻ പറയാ, നിനക്ക് അനുഗ്രഹം ഞാൻ ചെയ്തു തന്നത്, ഈ അനുഗ്രഹം നിനക്ക് ഞാൻ ചെയ്തു തന്നത്, وجعل لكم السمع والأبصار والأفئدة, നിനക്ക് കണ്ണ് തന്നത്, നിനക്ക് നാവ് തന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ദിക്റുല്ലാഹ ദിക്റൻ കസീറാ, ധാരാളമായിട്ട് ദിക്ർ ചെയ്യണേ. 33 പ്രാവശ്യം എന്നല്ല, 40 പ്രാവശ്യം എന്നല്ല, 70,000 പ്രാവശ്യം എന്ന് നിലപ്പെടുത്തിയിട്ടില്ല. ആ നിലപ്പെടുത്തിയതൊക്കെ ഹദീസിന്റെ അർത്ഥങ്ങളാണ്. അല്ലാഹ് പറയുകയാണ് ദിക്റൻ കസീറാ, ധാരാളമായിട്ട് അല്ലാഹുവിനെ നിങ്ങൾ സ്മരിച്ചുകൊണ്ടിരിക്കണേ, അല്ലാഹുവിനെ അറിയണേ. അതിനു വേണ്ടിയാണ് നിങ്ങൾ നാം സൃഷ്ടിച്ചത്. നിങ്ങൾ നാം സൃഷ്ടിച്ചെന്ന് മാത്രമല്ല, നിങ്ങളെ നാം സൃഷ്ടിച്ചെന്ന് മാത്രമല്ല, അല്ലാഹ് പറയാ, വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. ശ്രദ്ധിച്ചു കേൾക്കണേ സഹോദരങ്ങളെ, ഈ ഭൂമിയിലേക്ക് പടച്ചുവിട്ടെന്ന് മാത്രമല്ല, ഏത് ദുഃഖം വന്നാലും ഏത് പ്രയാസം വന്നാലും രോഗം വന്നാലും പെങ്ങളെ, മാരകമായ രോഗത്തിൽ കിടന്ന് പിഴഞ്ഞാലും സമയത്ത് നിന്റെ ഹൃദയത്തിൽ ഒരു വേദന ഉണ്ടാകുമ്പോ, നിന്റെ കണ്ണിലൂടെ കണ്ണുനീര് കളന്നുള്ളിയാകുമ്പോ, പാതിരാ സമയത്ത് ജീവിതത്തിന്റെ കടൽപ്പരങ്ങളുടെ കരങ്ങളിലൂടെ നടന്നുപോയി കടം കാരണത്താല്, പ്രയാസം കാരണത്താല്, രോഗം കാരണത്താല് രാത്രി നിന്റെ വീടിന്റെ അകത്ത് കിടക്കുമ്പോ, ഒരു മുറിക്കട്ടിലോ കട്ടിലൊരു കീറിയ തലപ്പാവ് വിളിച്ച് കിടക്കുമ്പോ, നിന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ കാരണം നിനക്കുറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ, കണ്ണിലൂടെ കണ്ണുനീര് വരുന്നുവെങ്കിൽ, അല്ലാഹുവേ അല്ലാഹുവേ ജിന്ദഗി ശംസുകി സൂറത്തു മേ മുദാരെ തേരി, ജിന്ദഗി ശംസുകി സൂറത്തു മേ മുദാരെ തേരി. അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ പ്രയാസം കൊണ്ട് ഞാൻ മെഴുകുതിരി പോലെ, ജിന്ദഗി ശംസുകി സൂറത്തു മേ, ജീവിതത്തിന്റെ പ്രതിസന്ധികൾ ഞാൻ മെഴുകുതിരി പോലെ ഒരുങ്ങി തീരുകയാണ്. ഏറെ പറയാൻ എന്റെ സമയം എന്നെ അനുവദിക്കുന്നില്ല. ഇവിടെ സർവ്വസാധാരണമായ എന്റെ ശബ്ദം ശ്രമിക്കാനുള്ള തലച്ചുകൂടെ ഏതെങ്കിലും ഒരു ഹൃദയത്തിന്റെ ഉള്ളിൽ, ഏതെങ്കിലും ഹൃദയത്തിൽ ഒരു വിഷമമുണ്ടോ, മാറാരോഗം നിന്നെ വല്ലാതെ തേടിയെത്തുന്നവോ, മാറാരോഗം നിന്നെ തേടിയെത്തുന്നവോ, അല്ലാഹുവേ, വക്കത്ത് എവിടെയോ ഒരു വീട്ടില് എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, അല്ലാഹുവേ അല്ലാഹുവേ. ആ സമയത്ത് പടച്ചറപ്പ് പറഞ്ഞിട്ടുണ്ടെന്നറിയോ, നിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യയോട് പോലും നിന്റെ മനസ്സിന്റെ വിഷമം പറഞ്ഞിട്ടുണ്ടാവില്ല. നിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ ഹൃദയത്തിന്റെ വിഷമം നിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യയോട് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല. പെങ്ങളെ, നിന്റെ സങ്കടം ഭർത്താവ് പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അതിനു മുമ്പേ അറിയുന്നതാരാ, ونحن أقرب إليه من حبل الوريد. الله പറയുകയാ, ونعلم ما توسوس به نفسه. നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ തോന്നലുണ്ടായാൽ അത് ആദ്യം അറിയുന്നത് ഞാനാ. കാരണം എന്താ, ഒരു അപകടം വന്നിട്ട് ഭാര്യയെ വിളിച്ചാൽ, കാരണം എന്താ, ഒരു അപകടം വന്നിട്ട് ഭാര്യയെ വിളിച്ചാൽ, പാതിരാത്രി ഉറങ്ങുമെന്നൊരു വിഷമം വന്നാൽ ഭാര്യയെ വിളിക്കണമെങ്കിൽ ഭാര്യ ഉറക്കത്തില്ല. തൊട്ടടുത്ത് മുന്നിൽ കിടക്കുന്ന ഭാര്യ പോലും വിളിക്ക് വിളിച്ചാലേ കേൾക്കുക. പക്ഷെ അതിനു മുമ്പേ അറിയുന്നതാരാ, മനസ്സിളക്കി കേൾക്കണേ പെങ്ങളെ, തൊട്ടടുത്ത് കിടക്കുന്ന ഭർത്താവ് ഉറക്കത്തിലാണ്. കുലുക്കി വിളിച്ചാലേ കേൾക്കുകയുള്ളൂ. അപ്പഴും കുലുക്കി വിളിക്കുന്നതിന് മുമ്പ് നിന്റെ വിഷമം ആദ്യം അറിയുന്നതാരാ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ഹയ്യുൽ ഖയ്യൂം ലാ തൗഹുദുഹു സിനത്തുൻ വലാ നൗം. ഉറക്കമില്ലാത്ത റബ്ബ് കേൾക്കുകയാ. ഒരു അപകടം വന്നിട്ട് അയൽവക്കക്കാരൻ ഓടി വരണമെങ്കിൽ ഒരു മതിലിന്റെ അകലമുണ്ട്. പക്ഷെ നീ വിളിച്ചാൽ ഓടി വരാൻ നിന്റെ റബ്ബിന് അകലമില്ല. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അവൻ നിന്റെ കർണനരമ്പിനേക്കാൾ അടുത്തിരിക്കുകയാ. ഒന്ന് നിലവിളിച്ചാൽ അവനേക്കാൾ അടുത്തവരൊരാളില്ലോ, അവനേക്കാൾ പ്രഭാകമുള്ള ഒരാളില്ലോ, അവനേക്കാൾ വളർമയുള്ള ഒരാളില്ല, അവനേക്കാൾ വലുത് മറ്റാരുമില്ല. അല്ലാഹു അക്ബർ ലാ കബീറ സിവാഹു.
അവനേക്കാൾ ആദ്യം നിന്റെ അടുക്കലുള്ളതാരാ? പടച്ച റബ്ബാണ്. ആ റബ്ബിനെ നിന്റെ ഹൃദയത്തിൽ അല്ലാഹു എന്ന് പറഞ്ഞതാണ്. അല്ലാഹ് എവിടെയാ? അല്ലാഹ് എവിടെയാ? യഥാർത്ഥത്തിൽ അല്ലാഹു പറയുക അല്ലാഹു അലാ, അല്ലാഹു അലാ. അല്ലാഹു എവിടെയാ? അല്ലാഹു എവിടെയാ? വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബീബ്. അവൻ നിന്റെ കർണരമ്പിലേക്കാൾ അടുത്തിരിക്കുക. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനയുടെ പ്രാന്തപ്രദേശത്ത് പ്രവാചകൻ ഒരു പഴമൊഴി തുടങ്ങിയത്ര. ആരുടെയെങ്കിലും മുമ്പിൽ എന്റെ പേര് പറയപ്പെട്ടിട്ട് എന്റെ പേര് കേട്ടിട്ട് ആരെങ്കിലും സലാത്ത് പറയാ ഉറന്നു പോയാ സ്വർഗത്തിലേക്കുള്ള വഴി മറന്നു പോയവനാ. പൊക്കത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോ വഴി അറിയാത്തവൻ എവിടെയെങ്കിലും പോയി എത്തിച്ചേരുക. അവനൊരിക്കലും വഴി അറിയാത്തവൻ ലക്ഷ്യസ്ഥാനത്തെത്തുകയില്ല. നമ്മുടെ ലക്ഷ്യം സ്വർഗമല്ലയോ, അതിനപ്പുറത്തേക്കുന്ന ലക്ഷ്യമാവുള്ളത്. ആ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ അവൻ എത്തുകയില്ല. ഹബീബായ നബിയുടെ പേര് കേട്ടിട്ട് സലാത്ത് അല്ലാത്തവൻ. അതുകൊണ്ട് സഹോദരങ്ങളെ മക്കത്തെ ഈ മഴനിരകളുടെ ഇടയിലും മഞ്ഞുതുള്ളിക്ക് പോലും മനസ്സിലൊരു നാദഘട്ടമുണ്ടാകട്ടെ. അത് ഹബീബിന്റെ സലാത്താകട്ടെ, മദീനയിലേക്കുള്ള സലാത്താകട്ടെ. ആഘോഷമല്ലോ മദീന, ആരവമല്ലോ മദീന, അത്ഭുതമല്ലോ മദീന, അഭിലാഷയല്ലോ മദീന. ആ മദീനയുടെ രാജകുമാരന് മദീന എന്ന അറബി വാക്കിന്റെ പേര് തന്നെ പട്ടണമെന്നാണ്. സാധാരണ പട്ടണമെന്ന് ഉപയോഗിക്കുന്നത് രാജാവ് പാർക്കുന്ന നഗരത്തിനാണ് പട്ടണമെന്ന് പറയുക. മദീന എന്നാൽ പട്ടണമെന്നാണ്. അവിടെയല്ലോ രാജാവ് പാർക്കുന്നത്. ആരുടെ രാജാവ്? എന്റെ നിങ്ങളെയും കൽപ്പിന്റെ രാജാവ്, നമ്മുടെ നേതാവ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. താരേ മദീന നബി മുഹമ്മദ് മുസ്തഫ, കഅബയ്ക്ക് ബദർ തുജാ നബി മുഹമ്മദ് മുസ്തഫ, ആമിനയുടെ പൂമടിയേ നബി മുഹമ്മദ് മുസ്തഫ, അബ്ദുള്ളയുടെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ, സഫാ മലയുടെ സാക്ഷുല്ലരെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ലാ ഇലാഹി ഹർജക തേരി അദാ കാ സാഥ് ഹോ, ഷാഫിയെ ദീദാർ ഹുസ്നെ മുസ്തഫ കാ സാഥ് ഹോ. അല്ലാഹു അല്ലാഹു എന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് ഈ സലാത്ത് കൊണ്ട് ഞങ്ങളെ എത്തിക്കണേ തമ്പുരാന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിക്കുന്നത്, അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചു തന്നെ ദിക്ർ ചെയ്യാനോ എപ്പോഴും ദിക്ർ ചെയ്യുക, എപ്പോഴും ദിക്ർ ചെയ്യുക. അല്ലാഹു തന്നെ ചോദിച്ചില്ല മാനവോ, പടച്ച റബ്ബ് സൃഷ്ടിച്ച ഉത്തരവാദിത്തം മറന്നത് മനുഷ്യൻ മാത്രമാ. ആകാശത്തേക്ക് നിങ്ങൾ നോക്കിക്കൊള്ളുക. അവലം യറൂ ഇല ത്വയ്രി ഫൗകഹും സഫാത്തിന വയഖ്ബിദ്ന മാ യംസികുഹുന്ന ഇല്ല റഹ്മാൻ. അല്ലാഹ് പറയുകയാണ്, മാനത്തൂടി പറക്കുന്ന പക്ഷികളില്ലയോ, അല്ലാഹ് പറയുകയാണ്, ഈ ഭൂമി ദിക്ർ ചെയ്യുന്നുണ്ട്, ആകാശം ദിക്ർ ചെയ്യുന്നുണ്ട്. ഭൂമിയുടെ ദിക്ർ ഏതാ? സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നതാണ്, തുസബ്ബിഹു ലഹു സമാവാത്. ആകാശം സുബ്ഹാനല്ലാഹ് പറയുന്നുണ്ട്. എന്നെ കേൾക്കാനുള്ള തടിച്ചുകൂടിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മൊബൈൽ ഫോണിന്റെ അനന്തമായ സാധ്യതകൾ സാഹിത്യമാക്കിയപ്പോ അനുദിനം മറന്നുകൊണ്ടിരിക്കുന്ന ആധുനിക ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വിദൂരമായ സാധ്യതകൾ വരുമ്പോ വക്കത്തും പാതിരാ സമയത്ത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു അത്രേ, നിങ്ങൾ തവളെ കൊന്നുകളയരുത്. ആരാണ് പറയുന്നത്? മഴക്കാലത്ത് നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് വരുന്ന, നിങ്ങളുടെ വീട്ടിലേക്ക് അടിച്ചു കയറുമ്പോ, നിങ്ങളുടെ മഴക്കാലത്ത് നിങ്ങളുടെ വീട്ടിൽ വരുന്ന പച്ചത്തവളയില്ലേ, തവളെ നിങ്ങൾ കൊന്നുകളയരുത്.
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തവളയെ കൊല്ലാൻ പാടില്ല, കാരണം തവള ദിക്ർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആരാ കേമൻ? നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ പോകുമ്പോ തവള സ്വർഗ്ഗത്തിൽ പോലും മനുഷ്യൻ പോകുമ്പോഴോ എന്നല്ലേ അർത്ഥം? അല്ലേ എന്നല്ല ഇതിന്റെ അർത്ഥം? എന്താ പടച്ചവൻ എന്നല്ല ഇതിന്റെ അർത്ഥം? നമ്മൾ തവളയെ പിടിച്ചിട്ട് കൊല്ലും, വീട് തൂറ്റി കഴിയുമ്പോ തവള ആടി കയറും. അപ്പൊ പെണ്ണ് ചൂടി തിരിച്ചു പിടിച്ചിട്ട് തവളയുടെ തലക്കടി. ഈ പെണ്ണ് നിന്നേക്കാൾ നല്ലതാണ് തവള. 7 മണി മുതൽ 9 വരെ നീ അതിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴും തവള അതാക്ക് നിൽക്കരുത്. ചിന്തിക്ക്, ആദ്യം നിന്റെ നിസ്സാരത മനസ്സിലാക്ക്. മോനെ പഞ്ചായത്തിന്റെ പരിജ്ഞാനമുള്ള നിനക്ക്, പഞ്ചായത്തിന്റെ പരിജ്ഞാനമുള്ള നിനക്ക്, ആ നിനക്ക് എന്തുകൊണ്ട് അള്ളാഹിനെ കുറിച്ച് അറിയാൻ. എന്നാൽ അവർ താറ്റങ്ങൾ അനുഗ്രഹം കിട്ടുന്ന മനുഷ്യൻ അതൊക്കെ ഗർവങ്കാ പണിയാ. അള്ളാഹു ഏറ്റവും അനുഗ്രഹം കിട്ടുന്ന മനുഷ്യനാണ്. പക്ഷെ അള്ളാഹുവിനെ സ്മരിക്കുക. 14 നൂറ്റാണ്ടും അള്ളാഹു റസൂൽ പറഞ്ഞില്ല തവളയെ നിങ്ങൾ കൊല്ലരുത് എന്ന്. അപ്പൊ പിന്നെ മുസ്ലിമിനെ മനുഷ്യനെ കൊല്ലാൻ പറ്റോ? തവളെ പോലും കാണില്ല, പിന്നെ എങ്ങനെ മനുഷ്യനെ കൊല്ലുക? 14 നൂറ്റാണ്ടും അള്ളാഹു റസൂൽ പറഞ്ഞു അല്ല അല്ല സ്ത്രീയാണ് ആരും അറിയാ ഭർത്താവിന്റെ വീട്ടിലെ രാജ്ഞിയാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്ത്രീ ആദരിക്കപ്പെടണമെങ്കിൽ, മനുഷ്യൻ ആദരിക്കപ്പെടണമെങ്കിൽ ആ പ്രമാണങ്ങളിലേക്ക്, മദീനയുടെ പ്രമാണങ്ങളിലേക്ക് നടന്നു ചെല്ലുക. അല്ലാഹുവിനെ യഥാർത്ഥത്തിൽ അറിഞ്ഞു ജീവിക്കുക. അല്ലാഹു നമ്മളെ ഈ ഭൂമിയിലേക്ക് പടച്ചു വിട്ടത് അല്ലാഹുവിനെ ദിക്ർ ചെയ്യാനാ. അല്ലാഹു നമുക്ക് ആ ബോധം തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ആ ബോധം തരുമാറാകട്ടെ. യഥാർത്ഥത്തിൽ നമ്മളൊരു വിദേശ സംസ്കാരത്തിന്റെ പിടിയിലായി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്ർ ഒരു വിദേശ സംസ്കാരത്തിൽ അകപ്പെട്ട് നാം എല്ലാവരും വലിച്ചെറിഞ്ഞു. ഒരു കാലത്ത് ആലോചിച്ചു നോക്ക്, നിങ്ങളുടെയൊക്കെ വീടുകളിൽ മഗ്‌രിബിന്റെ ബാങ്ക് വിളിച്ചാൽ ആ വിളി കേട്ടാലുടനെ ദിക്ർ ചെയ്യുന്ന നിങ്ങളുടെ മക്കളെവിടെ? സലാത്തിലൊല്ലുന്ന നിങ്ങളുടെ മാതാപിതാക്കളെതിരെ വീടിന് ഉമ്മറപ്പടിയിൽ മക്കളെ കൂട്ടിയിരുത്തിയിട്ട് മക്കൾക്ക് സലാത്ത് പറഞ്ഞു കൊടുത്തിരിക്കുന്ന എന്റെ പൊന്നു മാതാപിതാക്കളെവിടെ? എന്റെ പ്രിയപ്പെട്ട സഹോദര, സീരികളുടെയും ബഹുലവാദ കഥകളെ കടന്നു വന്ന ഗർഹികമായ അന്തരീക്ഷം മുഴുവനും പിടിച്ചടക്കിയപ്പോ നമ്മുടെ വീടുകളിൽ സ്മരണ മാറിപ്പോയില്ലേ? ചില കാലഘട്ടത്തിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വീടേതാ ഉള്ളത്? അല്ലാഹു ഹാമിദി, അല്ലാഹു നാളിഹി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഗീ. വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വീട്ടുകാർ മുഴുവനും ഒരുമിച്ച് കൂടിയിട്ട് അള്ളാന്റെ അസ്മാനവസരം പറയാതിരുന്ന രാത്രിയല്ല നമുക്കില്ലാതിരുന്നത്. മഗ്‌രിബിന്റെ സമയമായി കഴിയുമ്പോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ കേൾക്കുവാൻ കൊതിയാകുന്നു. അല്ലാഹ്, പഴയകാല നമ്മുടെ സംസ്കാരം എവിടെ? നമ്മുടെ സുന്നി സംസ്കാരം എവിടെ? ഏത് രാത്രിയല്ല നമുക്ക് നഷ്ടപ്പെട്ടു പോയത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, സീരിയലുടെയും അപലവാദ കഥകൾ കടന്നു വന്നിട്ട് കാര്യമായത് നിങ്ങൾ എന്താ നിങ്ങളെ മക്കളെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തില്ല? ബഹുമാനപ്പെട്ട പാലക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ എഴുതി വെക്കുന്ന അനുസ്മരണ കഥ തന്റെ ഉമ്മയെ കുറിച്ച് അനുസ്മരിക്കുമ്പോ, തന്റെ ഉമ്മയെ കുറിച്ച് പറയുമ്പോ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ പറയുന്നുണ്ട്, പാലക്കാട് തറവാട്ടിന്റെ മുറ്റത്തെപ്പോഴും ആയിരങ്ങളാ വാപ്പാക്ക് ഞങ്ങളെ കാര്യം നോക്കാൻ നേരം കിട്ടാറില്ല. പ്രിയപ്പെട്ട വാപ്പ തന്റെ മുമ്പിൽ കരണ്ട് കൊണ്ടുവരുന്ന 10,000-കൾക്ക് പൂനിലാവിന്റെ പ്രകാശം കൊണ്ട് ക്ഷമാശ്വാസം കൊടുക്കുമ്പോ പാലക്കാട് തറവാടിന്റെ ഉള്ളിൽ എന്റെ പ്രിയമുള്ള പെണ്ണ് ഒക്കത്ത് നിന്നെ പോലെയല്ല ലോകം കണ്ട മഹാനായ പണ്ഡിതന് UAE പ്രസിഡന്റിന്റെ അതിഥിയായി പോകുമ്പോ UAE-യുടെ നിരക്കുകള് ട്രാഫിക് ബ്ലോക്ക് ആക്കിയിട്ട് പോലീസ് സംവിധാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ രാഷ്ട്രപതി പോയപ്പോഴല്ല, അത് നരേന്ദ്രമോദി പോയപ്പോഴല്ല. UAE-യുടെ റോഡുകളിലൂടെ ട്രാഫിക് നിറഞ്ഞിട്ട് നടന്നു പോകാൻ അവസരം കൊടുത്ത ബഹുമാനപ്പെട്ട പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ 10,000-കളെ കയ്യിൽ പിടിച്ച് പൊട്ടിക്കരയുമ്പോ അറബികൾ പോലും ചോദിച്ചു പോയില്ലേ, ഈ മനുഷ്യനെ തന്നെ അറബ് രാജ്യത്തിന് പോലും കാണാൻ കഴിയാത്ത ആദരവങ്ങൾ ഏറ്റുവാങ്ങിയ എന്റെ പ്രിയപ്പെട്ട ശിഹാബ് തങ്ങൾ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ പാലക്കാട് തറവാട്ടിലെ തിരക്കിലിരിക്കുമ്പോ ആ തറവാടിന്റെ പുറകിൽ ഈ ശിഹാബ് തങ്ങളുടെ ഭാര്യയാണ്. ഞങ്ങളുടെ ഉമ്മ മഗ്‌രിബിന്റെ നിസ്കാരങ്ങളില്ല
കൂടാതെ മരിക്കുന്നത് വരെ ഞങ്ങൾക്ക് ഭക്ഷണം തന്നിട്ടില്ല. ആരുടെ കഥയാ പറയുന്നത്? കിടന്ന് പാശ്ചാത്യ സംസ്കാരത്തെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്ന എന്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നിട്ട് മക്കളെ നശിപ്പിച്ചു കളഞ്ഞ ഉമ്മ മക്കളെ പഠിപ്പിക്കേണ്ടത് ഉമ്മയാണ്. ഒരു യാസിയാനാണ് ഞങ്ങളുടെ ഉമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ കിടത്തിറക്കിയിട്ടേ ഇല്ല. പൊന്നുമോളെ, പ്രിയപ്പെട്ട പെങ്ങള്, അവിടെയാണ് ഉണപ്പറലി ശിഹാബ് തങ്ങൾ പിറന്നത്. വാപ്പയാണ് നടന്നു പോകുന്നതെന്ന് കാണും. അതേ നടന്നു പോകുമ്പോ കടൽ കിടന്ന പാശ്ചാത്യ സംസ്കാരത്തെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഒരു കാര്യം നീ പഠിച്ചുകൊള്ളുക. ഖദീജയുടെ ഗർഭാശയത്തിലെ ഫാത്തിമ പിറന്നിട്ടുള്ളൂ. ഖദീജയുടെ ഗർഭാശയത്തിലെ ഫാത്തിമ പിറക്കൂ. ഹാജറയുടെ ഗർഭപാത്രത്തിലെ ഇസ്മായിൽ പിറക്കൂ. അല്ലാതെ പാതിരാ സമയത്തും പാവപ്പെട്ട ഭർത്താവ് വെളിയിൽ പോകുമ്പോ സ്കൂളിലൂടെ പരിചയപ്പെടുന്ന കാമുകനുമായി നിന്റെ വികാരത്തിന്റെ ശൽക്കാരത്തിന്റെ ശബ്ദം പരവളി വെച്ച് അവനുമായി സമ്മതിച്ചു. എന്റെ മക്കൾ നിനക്ക് നാളെ നന്നാവില്ല. ഉമ്മയുടെ കബറിലാരത്ത് വാപ്പയുടെ കബറിലാരത്ത് യാസീനാണ്. നിന്റെ മക്കളെ എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ വീടുകളിലേക്ക് പഴയ സംസ്കാരം മഗ്‌രിബിന് ശേഷം അല്ലാഹു പറയുന്ന സംസ്കാരം തിരിച്ചു വരണം. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ വേളയിൽ കിടക്കവേ ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാ? എന്തിനാ ഇബ്നു മസ്ഊദേ പൊട്ടിക്കരയുന്നത്? എന്തിനാ? നിങ്ങൾ മരിച്ചതിന് ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ട പെൺമക്കൾ 5 പെൺമക്കളാ സാഹിബുന അലാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ചിരിപ്പും പിടിച്ചുകൊണ്ട് നടന്നുപോയ സ്വഹാബിക്കന്റെ പെൺമക്കളാ. ഇബ്നു മസ്ഊദേ, നിങ്ങൾ മരിച്ചതിന് ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ട 5 പെൺമക്കൾ പട്ടിണിയാകുമെന്ന് ഓർത്തിട്ടാണോ നിങ്ങൾ ഇങ്ങനെ പൊട്ടിക്കരയുന്നതെന്ന് ചോദിച്ചപ്പോ സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, അതിനറിയാ എന്ന ശീർഷകത്തിന്റെ ആഭിമുഖ്യത്തില് എന്നെ കേൾക്കാനെത്തിയ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് അറിയിക്കുകയാ. സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല ഞാൻ മരിച്ചാലും എന്റെ പ്രിയപ്പെട്ട പെൺമക്കളും പട്ടിണിയാകുമില്ല എന്ന് എനിക്ക് ഉറപ്പാ. എന്താ ഇബ്നു മസ്ഊദ് ഉറപ്പുണ്ട്? 5 പെൺമക്കളെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോ മക്കളും പട്ടിണിയാകുമെന്ന് ഉറപ്പില്ല. ഇല്ലാത്തതെന്താ? സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഹബീബായ മുത്ത് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു പെൺകുട്ടി മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം പാരായണം ചെയ്താൽ അവൾക്ക് മരണം വരെ ദാരിദ്ര്യം ഉണ്ടാവില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ആരംഭപ്പൂവായ ഹബീബ് ഇത് പഠിപ്പിച്ചതിന് മുതൽ എന്റെ മക്കളെ ഞാനിത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്റെ മക്കൾക്ക് ദാരിദ്ര്യം വരില്ല. ഏത് വാർത്തക്കാണ് പറയാൻ കഴിയുന്നത് ഞാൻ മരിച്ചാലും എന്റെ പ്രിയപ്പെട്ട മക്കളും പട്ടിണിയാകുമില്ല എന്ന്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ അല്ലാഹു പറഞ്ഞു, ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. ആ സൂക്തത്തിന്റെ അർത്ഥം ഇത്രയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനായ പടച്ച തമ്പുരാൻ വഹ്ദാനിയത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് പറയുകയാ, ഫദ്കുറൂനി, ഏത് സമയത്ത് നിങ്ങൾ എന്നെ സ്മരിച്ചാലും അതിന് പകരമായി അദ്കുറുക്കും നിങ്ങളെ ഞാൻ സ്മരിക്കാം. അല്ലാഹു പറയുകയാ, ഫദ്കുറൂനി, ഏത് സമയത്ത്? ആരാ പറയുന്നത്? ഈ പ്രപഞ്ചനാഥനായ നമ്മെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു പറയുകയാ, ഫദ്കുറൂനി, ഏത് സമയത്ത് നിങ്ങൾ എന്നെ സ്മരിച്ചാലും അതിന് പകരമായി അദ്കുറുക്കും നിങ്ങളെ ഞാൻ സ്മരിക്കാം. വഷ്കുറൂനി, നിങ്ങൾ എപ്പോഴും എന്നോട് നന്ദി കാണിക്കണേ. വലാ തക്ഫുറൂൻ, ഒരിക്കലും നിങ്ങൾ എന്നോട് നന്ദി കാണിക്കാൻ പാടില്ല. എത്ര സ്നേഹത്തോടെയാണ് എല്ലാവരുടെയും സൃഷ്ടാവായ ദൈവം തന്റെ അടിമകളോട് പറയുന്നത്. എത്ര സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഏത് സമയത്ത് നിങ്ങൾ എന്നെ സ്മരിച്ചാലും അതിനു പകരം നിങ്ങൾ ഞാൻ ഓർത്തുകൊള്ളാമെന്ന അർശിന്റെ നായകൻ, അർശിന്റെ തമ്പുരാൻ, ലോകത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പടച്ച, ജിന്നിനെ പടച്ച, പറവയെ പടച്ച, പർവ്വതങ്ങളെ പടച്ച, എല്ലാത്തിനെയും ഈ അഖിലലോക ബ്രഹ്മാണ്ഡ കളാത്തമകളെ സംരക്ഷിച്ചു പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട്
പറയുകയാ ഫദ്കുറൂനി, ഏത് സമയത്ത് നിങ്ങൾ എന്നെ സ്മരിച്ചാലും അത് പാതിരാത്രിയാണെങ്കിലും പട്ടാപ്പകലാണെങ്കിലും കാലത്തിന്റെ നടുവിലാണെങ്കിലും വളരെയെടുക്കുന്ന തിരമാലകളുടെ മുകളിലാണെങ്കിലും എവിടെ വെച്ചാണോ നിങ്ങൾ എന്നെ സ്മരിക്കുക, ഒറ്റയ്ക്കാണെങ്കിലും കൂട്ടാണെങ്കിലും, ആയിരങ്ങൾ ഉണ്ടാവട്ടെ, പതിനായിരങ്ങൾ ഉണ്ടാവട്ടെ, പാതി മനുഷ്യനുണ്ടാകട്ടെ, ഏത് സമയത്ത് നിങ്ങൾ എന്നെ സ്മരിച്ചാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് സമയത്ത് നിങ്ങൾ എന്നെ സ്മരിച്ചാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദസ്സിന്റെ സമാപന ഭാഗത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം ഇതാ. ഏത് സമയത്തും അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് നാവിനെ ചലിപ്പിക്കുക. ഏത് പാതിരാവിന്റെ നിശബ്ദതയിലാകട്ടെ, ഉറങ്ങാൻ കിടക്കുമ്പോഴാകട്ടെ, എഴുന്നേൽക്കുമ്പോഴാകട്ടെ, ഏത് സമയത്തും നമ്മുടെ നാവിന് നിലയ്ക്കാളുണ്ടാവേണ്ട ഏറ്റവും വലിയ സ്മരണേതാ, അത് മറ്റൊന്നുമല്ല, അതുകൊണ്ടാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മസ്ജിദ് നബവിയുടെ ഈത്തപ്പരമരത്തിന്റെ ഓലകൾ ചാരി വെച്ച മസ്ജിദ് നബവിയുടെ ഭിത്തിയിൽ ചാരിയിരുന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാ, എന്റെ പ്രിയപ്പെട്ട സഹാബ, അലാ ഉഖ്ബറകും ബിഖൈരി അമാലികും, നിങ്ങൾ ചെയ്യുന്ന സൽപ്രവർത്തനങ്ങൾ ഏറ്റവും ഉത്തമമായ സൽക്രമമേതെന്ന് പറഞ്ഞല്ലോ. നാം ചെയ്യുന്ന സൽപ്രവർത്തികളിൽ ഏറ്റവും വലിയ സൽക്രമമേതാ? സഹാബ, നിങ്ങൾ ചെയ്യുന്ന സൽപ്രവർത്തികളിൽ ഏറ്റവും വലിയ സൽക്രമമേതെന്ന് പറഞ്ഞു തരട്ടെയോ? അവസാനിച്ചില്ല. നാളെ പരലോകത്ത് ചെല്ലുമ്പോ സ്വർഗത്തിൽ നിങ്ങളുടെ പദവി ഉയർത്തിക്കളയുന്ന, മരണസമയത്ത് നന്നായി മരിക്കാൻ കഴിയുന്ന, തീർന്നില്ലാതെ ഖൈറുലക്കും മിന ഇർഫാത്തി ദഹബി വഫില്ലാ, പർവ്വത സമാനമായ വെള്ളി സ്വർണ്ണം സദഖ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമായ സൽക്രമമേതെന്ന് പറഞ്ഞു തരട്ടെയോ? ഇത്രയും വലിയ സൽക്രമമേതെന്നുള്ള അറിയാനുള്ള ആകാംക്ഷയോടെ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് പറഞ്ഞു പത്രേ, ബലായ റസൂലല്ലാഹ്, പറഞ്ഞു തരിക നബിയേ, പറഞ്ഞു തരിക നബിയേ. കളയുന്നതിന്റെ പ്രതിഫലമാണ് ഈ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബ, പ്രവർത്തികൾ ഏറ്റവും വലിയ സൽക്രമം അത് മറ്റൊന്നുമല്ല, ദിക്റുല്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ സദാ ചെയ്തുകൊണ്ടിരിക്കുന്ന ദിക്റ. ഏത് സമയത്തും അല്ലാഹുവിനെ അറിയുക, ഏത് സമയത്തും പടച്ച റബ്ബിനെ അറിയുക, ഏത് സമയത്തും ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ സ്മരണകൾ ഉണ്ടാവുക, ഏത് സമയത്തും പടച്ച റബ്ബിനോട് നന്ദിയുണ്ടാവുക. അതുകൊണ്ടല്ലയോ ലോകത്തിലെ ഏറ്റവും വലിയ നേതാവ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ